നമ്മുടെ ഈ കലോത്സവം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അതിൻ്റെ അച്ചടക്കത്തോടു കൂടിയും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇവിടെ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്, ഡിസിപ്ലിൻ കമ്മിറ്റി. കമ്മിറ്റിയുടെ കൺവീനർ ബാലകൃഷ്ണൻ സാർ നമ്മുടെ കൂടെയുണ്ട്. സാർ, എങ്ങനെ പോകുന്നു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ? നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതുവരെ ഇപ്പം 31-ാം തീയതി തുടങ്ങിയിട്ട് ഓഫ് സ്റ്റേജ് അടക്കം തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജാണ് മെയിൻ ഉള്ളത്. ഈ സ്റ്റേജിൽ നമ്മൾ 2 ബാച്ചാക്കിയിട്ട് രാവിലെ 9 മണി മുതൽ 1 മണി വരെ, 1 മണി കഴിഞ്ഞിട്ട് 5 മണി വരെ 2 ബാച്ചാക്കി നമ്മൾ കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫുഡ് സെക്ഷൻ, പ്രോഗ്രാം, അങ്ങനെയുള്ള 5-8 കമ്മിറ്റികളുണ്ട്. എല്ലാ കമ്മിറ്റിയും കുട്ടികളെ 5-8 നമ്മൾ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് 2 ടീമായിട്ട്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും എല്ലാ കമ്മിറ്റിയിൽ നിന്നും നമുക്ക് വന്ന റിസൾട്ട് വളരെ നല്ല വർക്ക് കുട്ടികൾ ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ ഉണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റുഡൻറ്റ് പോലീസ് നമ്മൾ ആദ്യം വിചാരിച്ച 3 ദിവസം ഉപയോഗപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. കുഞ്ചത്തൂർ സ്കൂളിൻ്റെ ആൾക്കാരാണ് അവർ. അപ്പോൾ ഇന്ന് രാവിലെ വന്ന് ഇതുവരെ അവർ നല്ല കാര്യം ചെയ്തു, അവരെ കയ്യിൽ നിന്ന് മാക്സിമം ചെയ്തു. എനിക്ക് തോന്നുന്നു ഡിസിപ്ലിൻ കമ്മിറ്റിയെ കുറച്ചുകൂടി സജീവമാകുന്നത് സ്റ്റുഡൻറ്റ് പോലീസാണ് അല്ലേ? സ്റ്റുഡൻറ്റ് പോലീസ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അത്ര പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് ലോക്കൽ ആൾക്കാരെല്ലാം വാലണ്ടിയേഴ്സ് ആവണമെന്ന് ആവശ്യപ്പെട്ടതിനെ കൊണ്ട് കുറച്ചവരെ ഉപയോഗപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായി പോയി. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവർക്ക് നേരത്തെ പറഞ്ഞാൽ 2 ദിവസം, പിന്നെ ഒരു ദിവസം ചുരുക്കി ഒരു ദിവസം അവർ നടത്തി. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിയിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ദൂരമുള്ള കുട്ടികളാണ്, ഇനി അവർ വീട്ടിലെത്തണം, അതുകൊണ്ട് അവരെ ഇപ്പോൾ അവരെ ഒഴിവാക്കി. പിന്നെ നമ്മൾ രാത്രി വീണ്ടും കുറേ സമയം പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 25 കുട്ടികളെ എക്സ്ട്രാ ആയിട്ട് ഡ്യൂട്ടിക്ക് കുട്ടികളെടുത്തിട്ടുണ്ട്. ആ കുട്ടികൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. എല്ലാ രീതിയിലും ഒരു മോശമില്ലാതെ നല്ല രീതിയിൽ നമ്മളെ ഡിസിപ്ലിനായിട്ടും നടക്കുന്നുണ്ട്. താങ്ക് യു.